ഇവിടെ ഒരു സ്ത്രീ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവരുടെ മകള് ഇവളെ വന്ന് തൊടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ കുട്ടിയോട് തന്റെ ഡ്രസ്സ് അഴുക്ക് പിടിച്ച കൈകൾ കൊണ്ട് തൊടുന്നോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അപ്പൊ ആ കൊച്ച് ആ കുട്ടിക്ക് വിശക്കുന്നു എന്നിവളോട് പറയുമ്പോൾ നിനക്കെന്തെങ്കിലും സ്വയം ഉണ്ടാക്കി കഴിച്ചാൽ എന്താ, പ്രായം ഇത്ര ആയില്ലേ എന്ന് ചോദിച്ച് ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇവളെ കോൾ ചെയ്യുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് ആണ്, അവനിക്കും ഒരു കുട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ അങ്ങോട്ടേക്ക് അവൻ വിളിക്കുന്നു. പക്ഷേ ഈ കുട്ടി അമ്മ പോകരുത്, ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ അവര് ഈ കുട്ടിക്ക് ഫുഡ് പോലും ഉണ്ടാക്കി കൊടുക്കാതെ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഈ കുട്ടിയെ ഇങ്ങനെ വിട്ടിട്ട് പോയാൽ അവളെ പോകാൻ സമ്മതിക്കില്ല എന്ന് കരുതി അവിടെ ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടാണ് പോകുന്നത്. ആ കുട്ടി ഒരുപാട് കിടന്ന് നിലവിളിക്കുന്നെങ്കിലും ഇവര് തുറക്കുന്നില്ല. അവര് നേരെ എക്സിന്റെ കുട്ടിയെ കാണാനായിട്ട് വരുന്നു. ആ കുട്ടി കരയുമ്പോൾ താലോലിക്കുകയും ഫുഡ് കൊടുക്കുകയും ഹാപ്പിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേസമയം തന്നെ അവരുടെ സ്വന്തം മകള് റൂം തുറക്കാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കൈകളൊക്കെ പൊട്ടി ചോര വരുന്നു. ആ കുട്ടിയാണെങ്കിൽ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഒരുപാട് ടയർഡ് ആയതുകൊണ്ട് തന്നെ ബോധം പോയി വീഴുന്നു. യഥാർത്ഥത്തിൽ ഇവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന സമയത്താണ് ആ കുട്ടി ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനോട് ഈ ക്രൂരത അത്രയും കാണിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നു. അവിടെയൊക്കെ ആ കുട്ടിയെ തിരക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് കണ്ടെത്താനാവുന്നില്ല. പക്ഷെ ഒരു റൂം തുറന്നു നോക്കുമ്പോൾ കുട്ടി അവിടെ ബോധം ഇല്ലാണ്ട് കിടക്കാണ്. ഉടനെ തന്നെ അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി മരണപ്പെടുന്നു.